ഇന്നത്തെ ഈ വീഡിയോ ഒരു ലെജൻഡറി BS3 RS200 ചെയ്തിട്ടുള്ള വർക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. ആദ്യം ഞാൻ ചെയ്തത് കൊണ്ടോട്ടി ടൗണ് പോയിട്ട് മോട്ടോളിന്റെ ഇനൂജൽ എക്സ്പേർട്ട് 1 ലിറ്റർ കൂളന്റ് വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. പിന്നെ റേഡിയേറ്ററിലെ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ട് കൂളന്റ് മുഴുവനായിട്ട് ഡ്രെയിൻ നട്ട് ഊരിയിട്ട് ചോർത്തി കളഞ്ഞു. ആദ്യത്തെ കൂളന്റ് ഏകദേശം വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ ഒരു വട്ടം മുഴുവൻ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ രണ്ടാമത്തെ വട്ടം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്, അതായത് ബാറ്ററി വാട്ടർ തന്നെ. അതും ഫില്ല് ചെയ്ത് ഇത്തിരി നേരം എഞ്ചിൻ സ്റ്റാർട്ട് ആക്കിയിട്ടിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മോട്ടോളിന്റെ ഇനൂജൽ എക്സ്പേർട്ടിന്റെ കൂളന്റ് ഓപ്പൺ ചെയ്തു. NSനും RSനും ഒക്കെ 1 ലിറ്റർ ആണ് ക്വാണ്ടിറ്റി വേണ്ടത്. അത് ആദ്യം റേഡിയേറ്ററിന്റെ പ്രഷർ ക്യാപ്പിലൂടെ മുഴുവൻ ഒഴിച്ചതിന് ശേഷം ബാക്കി വരുന്നത് അതിന്റെ മേലുള്ള കൂളന്റ് റിസർവോയറിൽ ഒഴിച്ചു വെച്ചു. വണ്ടിയുടെ ഒപ്റ്റിമം പെർഫോമൻസിനും ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാനും അറൌണ്ട് 20,000 to 30,000 കിലോമീറ്റേഴ്സിന്റെ ഇടയിൽ ഫ്ലഷ് ചെയ്ത് പുതിയത് ഒഴിക്കേണ്ടത് നിർബന്ധമാണ്. കുറെ കാലം ഈ റേഡിയേറ്ററിന്റെ എഞ്ചിന്റെ ഉള്ളിലൂടെ ഹീറ്റിംഗും കൂളിംഗും ഒക്കെ ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൂളന്റിന്റെ പ്രോപ്പർട്ടീസ് ഒരുപാട് നഷ്ടപ്പെടും. പിന്നെ നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ BS3 RS200 സ്റ്റോക്ക് ട്രാൻസ്പാരന്റ് വൈസർ ഒഴിവാക്കിയിട്ട് നിഞ്ച 300 RS200 ഡയറക്റ്റ് ഫിറ്റ് വരുന്ന മോഡൽ വൈസർ ഇൻസ്റ്റാൾ ചെയ്യാണ്. RS200 എല്ലാ ഹോളിലും മിസ്മാച്ച് ഒന്നും ഇല്ലാതെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡബിൾ ബബിൾ ടൈപ്പ് വൈസർ ആകെ ഇതേ ഉള്ളൂ. നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഈ വൈസർ എടുത്ത് നിൽക്കും. അതിന്റെ ഇപ്പോൾ ഒരു നല്ല ക്വാളിറ്റി കൂടി ഒരു വൈറ്റ് റിംഗ് ലൈറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വർക്കിന്റെ ഡീറ്റെയിൽസ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു മെയിൻ്റെനൻസ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.